വളരെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. ശരിക്കും മമ്മൂക്ക എലമെന്റ് അങ്ങനത്തെ രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലായിരുന്നു. അതിന്റെ ഭയങ്കര സട്ടിലായിട്ടാണ് ക്രൂരത കാണിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കാണുമ്പോ ഇങ്ങനെ തോന്നും, അയ്യോ ഇയാളെന്താ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നും. അങ്ങനത്തെ പക്ഷെ വളരെ സട്ടിൽ എക്സ്പ്രഷൻസ് ആണ്. ദാറ്റ് വാസ് ഹിസ് ഹൈലൈറ്റ് ആസ് വെൽ. സോ പ്രോപ്പർലി വിനായകനും സൂപ്പറാണ്. നമുക്ക് ശരിക്കും മമ്മൂട്ടി വിനായകൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ സമയമില്ല. സിനിമന്റെ കഥ സോ എൻഗേജിങ് ദറ്റ് നമ്മൾ അതൊക്കെ മറന്ന് ഫുൾ കഥയിൽ ഫോക്കസ്ഡ് ആണ് നമ്മള്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഡെഫിനറ്റ്ലി മമ്മൂക്ക ആൻഡ് ഹിസ് എലിമെന്റ്സ്. അതാണ് എനിക്ക് ഇതിന്റെ അടിവര. അതാണ് ദിസ് ഇസ് മമ്മൂക്ക ആൻഡ് ഹിസ് എലിമെന്റ്സ്. എല്ലാ മമ്മൂക്ക ഫാൻസിന് ഹങ്കർ മാറ്റി കൊടുക്കുന്ന സിനിമയാണ് ഇത്. ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ തിയേറ്റർ എക്സ്പീരിയൻസ്. ഡെഫിനറ്റ്ലി മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. മസ്റ്റ് തിയേറ്റർ. ഈ ഇറങ്ങിയ രണ്ട് പടം അത് മോശമായിട്ട് പറയാം. ഇത് മൂന്നാമത്തെ പടമാണ്. ഫസ്റ്റ് ഹിറ്റ് വിനായകന് കൈ കൊടുക്കണം, മമ്മൂക്കാക്കും കൈ കൊടുക്കണം. കാരണം വിനായകനെ ഈ പടത്തിലേക്ക് കൊണ്ടുവന്നതാര്? മമ്മൂക്ക. നിങ്ങൾ പടം നിങ്ങൾ കാണ്, ഞങ്ങൾ മാത്രം കണ്ടാ മതിയാ. നിങ്ങൾ കാണ്, നിങ്ങൾ കണ്ടിട്ട് പറയും. ഒരു ടിക്കറ്റ് എടുത്ത് നോക്ക്, അപ്പൊ മനസ്സിലായി. 100 കോടി 200 കോടി അങ്ങനത്തെ ഒന്നും കണക്കില്ല. ആ മമ്മൂക്കാക്ക് ആവശ്യമില്ല. അത് വേറെ ഫാൻസ് അറിയില്ല, അവർക്ക് ഇതാക്കിയാ മതി. കൊറേ ആ പടം ഈ പടം 200 300 അങ്ങനത്തെ ഒന്നും നമ്മളെടുത്തില്ല. നമ്മളൊരു പടം ഹിറ്റായാൽ മതി. നമുക്ക് എപ്പോ പറയുന്ന അത് പണത്തിന് ആകെ പടമല്ല മെയിൻ പടാന്ന് വേണ്ട, പണമല്ല. അത് മനസ്സിലാക്കിയാ മതി. മമ്മൂട്ടിയുടെ ഒരു നല്ല 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 പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി, സൂപ്പർ ആയിരുന്നു. നന്നായിട്ട് നമ്മൾ വിചാരിച്ച് വന്നിരുന്ന ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു പടം ആയിരുന്നില്ല. അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് തന്നെയാണ് റൈറ്റർ എഴുതിയിരിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മൂവി. മമ്മൂട്ടി ആണെങ്കിലും വിനായകനാണെങ്കിലും കിടിലം പെർഫോമൻസ്, അടിപൊളി. തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയുള്ള മൂവിയാണ്. അത് മിസ്സാക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. രണ്ടുപേരും നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നതിലും കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അത് തന്നെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. മമ്മൂട്ടി പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളെപ്പോഴും നായകനും വില്ലനും തിരിച്ചാണല്ലോ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് നന്നായി പെർഫെക്റ്റ് ആയിരുന്നു. അതെ അതെ, അങ്ങനെ പറയാല്ല. ഈ വില്ലനോട് ഒരു ഇഷ്ടം തോന്നും. അതെ അതെ, ഗ്ലാമർ വില്ലനാണ്. ഇഷ്ടം തോന്നുന്ന ഒരു വില്ലനാണ്. പറ്റത്തില്ല. അത് ശരിയാണ്. നമ്മള് ഡെയിലി കാണുന്ന ഓരോരുത്തരിലും നമ്മളത് ഫീൽ ചെയ്യും. ഇത് ക്ലിയർ ആണോ അല്ലയോ എന്ന് നമുക്കൊരു തോന്നല് വരും. മമ്മൂക്ക ആയതുകൊണ്ട് ഓഫ് കോഴ്സ് മമ്മൂക്ക എന്ത് ചെയ്താലും നമുക്ക് ഹാപ്പിയാണ്. ബട്ട് ദിസ് വാസ് വെരി ഡിഫറെന്റ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൊള്ളിയായിരുന്നു, സൂപ്പർ. പുള്ളിക്കാരന് എപ്പോഴും കണ്ടുവരുന്ന ആ ജോണറ എല്ലാം ഡിഫറെന്റ് ആയിട്ടൊരു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും അടിപൊളിയായിരുന്നു. കട്ടക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര റിച്ച് മൂവി. പിന്നെ ഉറപ്പായിട്ടും മസ്റ്റ് വാച്ച് മൂവിയാണ്. എന്തായാലും കാണണം. തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. മമ്മൂക്കയൊക്കെ വേറൊരു മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റും. അതെ 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 അതെ. പിന്നെ ഒരാൾക്ക് ഇത്ര നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് തന്നെ, അതെ അതെ, അങ്ങനെ തന്നെ. അതെ, നമുക്ക് എന്താ നമ്മൾ അതിനകത്തിൽ ഇന്നാണ് ഭയങ്കര. ഇപ്പോഴും ആ ഒരു അതിന്റെ ഒരു മാറിയിട്ടില്ല എക്സൈറ്റ്മെന്റ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും രണ്ടുപേരുടെയും ക്യാരക്ടർ. അതുപോലെ വ്യത്യസ്തമായ ക്യാരക്ടർ തന്നെയാണ്. വിനായകൻ ചേട്ടന്റെ റോള് പക്ക 100% ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ടൊരു വിനായകൻ ചേട്ടനെ അല്ല, ഇതിന് മുമ്പ് അല്ല. ആ ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര ഒരു ഗംഭീരമായിട്ടൊരു പോലീസുകാരന്റെ ആ ഒരു മാനറിസവും. അതെ അതെ അതെ, വിനായകൻ ചേട്ടൻ തൂക്കിന്ന് തന്നെ പറയാം.